അച്ഛമ്മേന്റെ അടുത്ത് തർക്കുത്തരം പറയോ? നീ ഏതാ പറയാടാ, പറയോ? ഇനി ഞാൻ ആരോടും തർക്കുത്തരം ഒന്നും പറയത്തില്ല പോലെ. ആരോടും പറയണ്ട. നന്നാക്ക അങ്ങട്. ദൈവമേ, എണീക്കടാ, മതി മതി, നീ ഇതൊന്നും ചെയ്യണ്ട. ചെക്കൻ അവിടെ നന്നാക്കിക്കട്ടെ. എടാ നീ ഇതൊന്നും ചെയ്യണ്ടടാ. ഞങ്ങളെ ഈ ചീന മീനൊന്നും നന്നാക്കേണ്ട ആൾക്കാരല്ല. എണീക്കടാ നീ അങ്ങോട്ട്. സഞ്ജോ, പറ അവളോട് പോവാൻ. അവളിപ്പോ അവിടെ അമ്മയുടെ സൈഡായിരിക്കും. ചേച്ചിയല്ലേ പറഞ്ഞ ആരോടും തർക്കുത്തരം പറയലെന്ന്, അതുകൊണ്ട് ഇനി ആരോടും പറയത്തില്ല ചേച്ചി. നീ പറയില്ലേ തർക്കുത്തരം? പറയില്ലേ? പറയണോ? പറയണം. വരാൻ മനസ്സിലായി. നീ പോടി പോടി പോടി. കേട്ടില്ലേ? പോ സഞ്ജു. എടി എനിക്ക് വരാൻ മനസ്സിലെന്ന് ഞാൻ പറഞ്ഞ കേട്ടില്ലേ കൃഷ്ണ? കേറി പോന്നെയാത്. കയറി പോ കൃഷ്ണ. അവിടെ നോട്ടം നോക്കേ, ഇതിനാ നോക്കി നിക്കുന്നേ. അച്ഛമ്മ കൂടുതലൊന്നും മിണ്ടരുത്. ഞാൻ മിണ്ടോടി, നിനക്ക് തന്നെ അതിന് മക്കളെ നീ മര്യാദക്ക് വിട്ടറ. നാണോ ഇല്ലല്ലോ അച്ഛമ്മ ഈ ചെറുക്കനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കേ. എന്നാ ചെറുക്കന് ചെയ്താ ചെറുക്കനും ചെയ്യാൻ പാടില്ല വീട്ടിൽ ഒരു പണി. എന്താ ചെയ്യാൻ പാടില്ലേ? അവൻ ഒന്നാമത് മീൻ വെട്ടുന്ന ഇഷ്ടമല്ല, അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഇതൊക്കെ പഠിച്ചിരിക്കണം പിള്ളേരാണെങ്കിൽ. നീ ചെയ്തോടാ മോനെ. ഓ, നിങ്ങളപ്പം 3 പേരും കൂടി ഒന്നായല്ലേ? ഒന്നായി. അച്ഛമ്മക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനുണ്ടോ? ഉണ്ടടി മോളെ, എന്റെ ആ മുറിയിലെ ഫാൻ കൂടെ ഒന്ന് തുടയ്ക്കണം. നമുക്ക് എന്നിട്ട് ഇവനെ കൊണ്ട് ആ കിണറൊന്ന് വൃത്തിയാക്കിച്ചാലോ? അല്ലേ സഞ്ജു? എന്നിട്ട് അവിടെ ഒരു കുഴി വെട്ടി എന്നെ അങ്ങ് മൂളി രണ്ടുപേരും കൂടെ പാണിയൊക്കെ എടുത്ത് ചാവാണെങ്കിൽ അങ്ങ് ചാവട്ടെ സഞ്ജു. അല്ലേ അച്ഛമ്മ? പിന്നെ അല്ല പിന്നെ അച്ഛമ്മേ, ഞാൻ ഇപ്പൊ വരാം. എന്തെങ്കിലും വശപ്പശ കാണിക്കുകയാണെങ്കിൽ മധുവേന്നൊന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്താം. ഓക്കെ, ശരി. ചെല്ലു. നന്നാക്ക്. നന്നാക്കടാ. എടാ അങ്ങോട്ടൊക്കെ നന്നാക്കാനാ പറഞ്ഞത്. പണിയെടുക്കടാ. അച്ഛാ, എനിക്ക് കൊറേ പഠിക്കാനുണ്ട്. ഞാൻ പോയി പഠിക്കട്ടെ. മക്കളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം. ഞാൻ ചെറിയ കുട്ടിയോണ്ട് ബാലവേള ചെയ്യണ്ടെന്ന് ഞാൻ പോയി കേസ് കൊടുക്കും. എവിടെ കേസ് കൊടുക്കാൻ പോട്? അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നമുക്കൊരു ചിൽഡ്രൻസ് അസോസിയേഷൻ ഉണ്ട്. എന്ത് അസോസിയേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. പറമ്പിലെ പുല്ല് പറിക്കുന്നതും കരിയില വാക്കുന്നതിനെ ഒരിടത്തും കേസ് എടുക്കത്തില്ല. നീ വാരിയിട്ടങ്ങോട്ട്. ഇത്രയും ചെറിയ കുട്ടികളുണ്ടേ ഇത്രയും വലിയ പണി എടുപ്പിക്കണ ഒരു മോശകാര്യ അച്ഛാ. നിന്റെ ഈ പ്രായത്തിലേ എന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ കല്യാണം കഴിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും കല്യാണം കഴിക്കാൻ റെഡിയാണ് അച്ഛാ. ആളെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു ബബ്ലൂസ് നാരങ്ങയുടെ വലിപ്പമല്ലേ ഉള്ളൂ. നീ ഇപ്പോഴും കല്യാണത്തിനൊക്കെ തയ്യാറായ? അല്ല, അച്ഛനല്ലേ എപ്പം പറഞ്ഞ അച്ഛന്റെ 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 അച്ഛൻ. കൂടുതൽ നീ പറഞ്ഞ് കുഴയാൻ നോക്കണ്ട. ഇനി രാവിലെ ഈ വഴിയെ പോണ വല്ല നഴ്സറിയിലോ അല്ലെങ്കിൽ മറ്റേ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരെ പിടിച്ചോണ്ട് വീട്ടിലോട്ട് വന്നേക്കരുത് കേട്ടോ. നിന്റെ തൊട ഞാൻ ഞാൻ പ്ലേ സ്കൂളോ നഴ്സറിയിലത്തെ കുട്ടിയല്ല, 4ാം ക്ലാസ്സിലത്തെ ആദികേശാ ഞാൻ. മര്യാദക്ക് ഇത് വാരിയിട്ട് മനസ്സ് കണ്ടാ തോന്നൂല അല്ലേ? അച്ഛാ, എന്താടി അച്ഛവിടെ എന്തെടുക്കാ? നിനക്ക് കണ്ണില്ലേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്താണ് വരവിന്റെ ഉദ്ദേശം? എന്തിനാ അച്ഛ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കണേ? ഞാൻ സഞ്ജുവിനെ കൊണ്ട് ഇതൊക്കെ നല്ല ഈസി ആയിട്ട് വൃത്തിയാക്കിപ്പിച്ച് തരാം. സഞ്ജുവിനെ കൊണ്ട് നീ ബെസ്റ്റ്. 2 ദിവസമായിട്ട് ഞാൻ അവനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു തീരും, അവനോടനെ PSCയുടെ പുസ്തകം എടുത്ത് വെച്ച് വായിക്കും. പിന്നെ അവനോട് എന്തോ പറയാൻ പറ്റും? അച്ഛൻ പറഞ്ഞിട്ട് നടക്കാത്തൊക്കെ ഞാൻ പറഞ്ഞ ഈസി ആയിട്ട് നടക്കും. അത്രയും പവറൊക്കെ ചേച്ചിക്കുണ്ടോ? ഉണ്ട്. ഞാൻ കുറച്ച് എനിക്കുണ്ടാ. പോടാർക്കണം. അല്ലെങ്കിൽ ചേച്ചീന്റെ വൃത്തികെട്ട പവർ ആർക്ക് വേണം? ചേച്ചിന്റെ പവറിന്റെ പവർ ഞാൻ കണ്ടുപിടിക്കും. എന്ത് മിണ്ടാണ്ട് പോയേച്ചേക്കാം. അച്ഛാ, ചൂല അവിടേക്ക് വാ. ഉറപ്പാണോ? പിന്നെ അല്ലാണ്ട് അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? മധു ചേച്ചിയാണ്, വിശ്വസിക്കാൻ പറ്റോ? നടക്കടാ, ആ കൊട്ട എടുത്തു. വാ എടുത്തോ. രണ്ടുപേരും കൂടെ എടുത്തേ. എടുത്ത് പോയെ നടന്നേ. ഇവിടെ ഇല്ല, അപ്പുറത്തെ സൈഡില്. അത് കൊളത്തിട്ട് കിട്ടണ്ടടി. അതേ കിടക്കുന്നു. എടി കൃഷ്ണേ, ഓ, നീ അല്ലേ എന്നോട് ആ കറി കൊളാക്കി തരാന്ന് പറഞ്ഞത്? ഏത് കറി? ഏത് കറിന്നാ? ഓ, ആ കറി.
ആ ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നേനി. എടി ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് പറ്റാത്ത കാര്യം എന്തിനാടി വലിയ മലമറിക്കാന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചത്? ഡയലോഗ് അടിച്ചു പോയി. ഡയലോഗ് അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കണം, പ്രത്യേകിച്ച് എന്നോട്. അല്ലമ്മ, ഈ മധു തനി നിറം കാണിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ സഞ്ജു ഇങ്ങനെ കാണിക്കുന്നതിന് എന്താന്ന് മനസ്സിലാവണല്ലോ. ഞാനത് ആലോചിച്ചായിരുന്നു കേട്ടാ, അവൻ എന്താ അങ്ങനെ ചെയ്തതെന്ന്. എന്നാലേ അത് എനിക്കറിയാം. നിനക്കെന്തറിയാം? മധു ചേച്ചി എന്നോ സഞ്ജുവേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ. അത് മാത്രം എനിക്കറിയാം. അതെന്താ കാര്യം എന്താ? അതല്ലേ ഞാൻ പറഞ്ഞെങ്കിൽ അത് മാത്രം അറിയുള്ളൂ എന്ന്. അമ്മയ്ക്ക് എന്താ വട്ടാണ്? അങ്ങനെ തോന്നിയാ നിനക്ക്? ഇടയ്ക്ക് തോന്നാറുണ്ട്. പിന്നല്ലാതെ മധു ഭീഷണിപ്പെടുത്തുമ്പോ അതിന്റെ തുള്ളി താച്ചാടാ അവനെന്തുവാ? അല്ല, അതിലെന്തോ കാരണമുണ്ട്. ഒരു കാരണമില്ല, ഇവൻ വെറുതെ ആളാൻ വേണ്ടിട്ട് പറഞ്ഞു. അല്ലല്ല, ഇവൻ പറയുന്നതില് കാര്യമുണ്ട്. ഇവൻ ചെറുതാണെങ്കിലും ഇവൻ ചില കാര്യങ്ങൾ സത്യമേ പറയത്തുള്ളൂ. എന്തായാലും അമ്മ കണ്ടുപിടിച്ചോളാം. ഞാൻ വലിയ ആളാകാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ചേച്ചി പറഞ്ഞിട്ട് എന്തിനാ ചേട്ടൻ ഇങ്ങനെ തുള്ളി തുള്ളി ചാടുന്നേ, ഒരു തവളയോ പോലെ? അത് കറക്റ്റ്, എന്തോ കാര്യമുണ്ട്. ഞാൻ കണ്ടുപിടിക്കാം. എന്നാ ഇത് ഒന്ന് തട്ടിയിടണേ. പിന്നെ അവിടെ വെച്ചിട്ട് പോവാമ്മ. അല്ല, എനിക്ക് 2 മാങ്ങ എടുത്തിട്ട് വരണം. നിനക്ക് എങ്ങനെയാണ് ഇതിനെയൊക്കെ പറ്റിട്ട് അറിയുന്നേ? എനിക്ക് ബുദ്ധിയുണ്ട്. ഐ ഹാവ് മൂള. മൂളയുണ്ടോ നിനക്ക്? അല്ല, നിനക്ക് ഈ 1-2 മാർക്കൊക്കെ എക്സാമിന് കിട്ടുന്നോന്ന് ചോദിച്ചതാ. ഈ പഠിത്തത്തിൽ മാത്രം എന്താ ബുദ്ധി ഉപയോഗിക്കാത്തെ? അതെ, ഈ സ്കൂളിൽ പോയി കാണാപാടെ ഇരുന്ന് പഠിക്കണതല്ല ഈ ബുദ്ധി പറയുന്ന സാധനം. ഞാനേ കണ്ടു പഠിക്കുന്ന കാറ്റഗറിയിലില്ല. മുത്തിന് ഭയങ്കര ബുദ്ധിയുള്ള കാര്യം ചേച്ചി അറിഞ്ഞില്ലടാ. വന്നേ, നമുക്ക് കാര്യം അന്വേഷിക്കണം. വന്നേ. ഓഹോ, അപ്പൊ അതിന് ഈ ഞാൻ വേണം. അക്കരെ കുട്ടൻ അല്ലേടാ, നമുക്ക് മധു ചേച്ചിനെ പൂട്ടാ. അത് അവിടെ വെച്ചിട്ട് മാങ്ങ ഇല്ല, വാങ്ങോട്ട്. എനിക്ക് വേണം. എടാ സഞ്ജു, ആ ഉപ്പും കിടത്താടാ. അച്ഛമ്മ താണ്ട് അച്ഛമ്മയുടെ അടുത്ത് ഉപ്പരിക്കുന്ന എടുത്ത് ഇട്ടാ പോരെ? മധുമോളെ വിളിക്കണേ. വേണ്ട, ഞാൻ തന്നെ എടുത്ത് കൈ പിടിപ്പിക്കാം. എന്നാ സഞ്ജു ഒന്നിങ്ങ് വന്നേടാ. അമ്മ, ഞാൻ അച്ഛമ്മയെ സഹായിക്കും. ഇപ്പൊ വരാൻ പറ്റത്തില്ല. അച്ഛമ്മേനെ സഹായിച്ചതൊക്കെ മതി, നീ ഇങ്ങോട്ട് വാ, എനിക്ക് കാര്യമുണ്ട്. വാ. എന്നാ അമ്മ സഹായിക്കും, ഞാൻ പോക്കോളാം. നീ എന്നെ സഹായിക്കൊന്നും വേണ്ട. അയ്യോ, അല്ലെങ്കിലും അമ്മ തെറ്റിദ്ധരിച്ചതാ. ഞാൻ അമ്മേനെ സഹായിക്കാൻ വന്നതല്ല, എന്റെ മോനെ വിളിക്കാൻ വേണ്ടി വന്നതാ. വാടാ ഇങ്ങട്. നീ സഹായിക്കണ്ട, എന്റെ കൊച്ചുമക്കൾ എന്നെ സഹായിച്ചോളൂ. ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നെ കൊണ്ട് ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ട് വാ. അമ്മ ഇങ്ങോട്ട് വരാൻ പറ്റൂല, ഞാൻ മീൻകറി ഒന്നും ആയിക്കോട്ടെ, തന്നെ വന്നോളാം. നീ എന്റെ കൂടെ വന്നിട്ടെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ അടിച്ചു പൊട്ടിക്കുവേ സഞ്ജു. നീ ഇങ്ങോട്ട് വാ. നീ ഒന്നൊന്ന് പൊട്ടിച്ചടി അവന്റെ കയ്യും കാര്യം ഒന്നും. എടാ, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുവേ. നിനക്ക് എന്റെ സ്വഭാവം നല്ലോണം അറിയാലോ. വാടാ. ഇതെന്ത് കഷ്ടം ഇത്. ഒരു കൂട്ടര് പറയാം അച്ഛമ്മയുടെ കൂടെ നിൽക്കാൻ. ഇപ്പൊ അമ്മ പറഞ്ഞ അമ്മയുടെ കൂടെ. ഞാനിപ്പോ എന്തുവാ ചെയ്യേണ്ടി ഇവിടെ? എടാ, നീ ആ മധു പറയുന്ന പോലെ എന്തും കേൾക്കും. മധുവിന്റെ ചേച്ചിയായി പോയല്ലേ, പിന്നെ അനുസരിക്കണ്ട. അതുപോലെ ഞാൻ നിന്റെ അമ്മയല്ലേ, അപ്പൊ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണ്ടേ? അമ്മ ഇപ്പൊ ഇങ്ങനെ പറയുന്ന അച്ഛമ്മയോട് ചൊറിയാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട് എനിക്ക് പോരാൻ സൗകര്യമില്ല. ആ കറി അടിക്ക് പിടിക്കുന്നുണ്ട്. അത് ഞാൻ നോക്കളാം. ഞാൻ വെച്ച കറി പിടിക്കില്ല. മധു എന്ത് പറഞ്ഞിട്ടാടാ നിന്നെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന നീ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട്? എന്തോന്ന് ഭീഷണി? എന്നെ ആരും ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. ഞാൻ മീൻകറി കൂട്ടാൻ വേണ്ടിയോ? ഇല്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇല്ല. അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് നീ ഇതൊക്കെ ചെയ്യുന്നേ? ആ, നീ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടാടാ സഞ്ജു? എന്റെ മുഖത്ത് നോക്കിട്ട് പറയടാ. അത് വെച്ചിട്ട് ഇല്ലാതാക്കണ്ട, അത് അവിടെ പോയിട്ട് ഒന്ന് ഇളക്കിക്കോ. അല്ലേ, ഞാനത് കണ്ടുപിടിക്കും കേട്ടോ മോനെ. ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ കഴിയില്ല അല്ലേ? ഇതിന്റെ ബാക്കി അത് കഴിഞ്ഞിട്ട്. എടാ മോനെ, മധു എന്ത് പറഞ്ഞാടാ മോനെ നിന്നെ ഭീഷണിപ്പെടുത്തുന്ന? അച്ഛമ്മേ മീൻകറി ഇളക്കാൻ എനിക്കിട്ടില്ല കഥകാട്ടാ. ഓ, തൊള്ളയുടെ മോൻ തന്നെ. ഓ, കണ്ടന്റിന് വേണ്ടി ഓരോരുത്തരൊക്കെ ചെയ്തു കൂട്ടണതേ. അപ്പൊ നീ വാട ഇരിക്കണ. നമുക്ക് ജ്യൂസ് വേണോടാ? പിന്നല്ല. അല്ലേ വേണ്ട, ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? സഞ്ജു, എടാ ഒരു ജ്യൂസ്. ഇപ്പൊ വരൂട്ടോ ജ്യൂസ്. അല്ല, കൃഷ്ണേച്ചിക്ക് വേണ്ട ജ്യൂസ്. അതൊക്കെ ജ്യൂസ് വേണേ അവിടെ ഉണ്ടാക്കി കുടിച്ചോളൂടാ. ഓ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്ക് ജ്യൂസ് വേണോന്ന്. അല്ലെങ്കിൽ നിനക്ക് ആര് തരുന്നു ജ്യൂസ്? എനിക്ക് വേണ്ട. തരുന്നില്ല. അല്ല, ഇതെന്താ സഞ്ജുവേട്ടന്റെ അടുത്ത് ഓർഡർ ചെയ്യാൻ? ഇത് റെസ്റ്റോറന്റ് ആണോ? നിനക്ക് ജ്യൂസ് വേണോ? തരൂട്ടേ. ചേച്ചി, ഞാനേ ചേച്ചീന്റെ ശിഷ്യനാവണ. എന്തിനാണ് മോൻ എന്റെ ശിഷ്യനാവണേ?
ചേച്ചിക്കൊരു പവർ ഇല്ലേ, സഞ്ജുവേട്ടനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ, അത് പഠിക്കാൻ വേണ്ടി വന്ന. അതിപ്പോ ഞാൻ പഠിപ്പിക്കണില്ല. എനിക്ക് ജ്യൂസ് മതിയില്ലേ? ഈ ചെക്കനവിടെ. സഞ്ജു, ഞാൻ വിളിക്കാം. സഞ്ജുവേട്ടാ. നീ വിളിക്കണ്ട. ചേച്ചി ജ്യൂസ്. എടാ ഇത്ര നേരം വേണം നിനക്ക് ജ്യൂസ് കൊണ്ടുവരാൻ? അത് പിന്നെ ചേച്ചി പൊടിയെടുത്ത് കലക്കി വരണ്ടേ, അപ്പൊ ഇച്ചിരി സമയം എടുക്കും. ഇനി ഇത്ര സമയമൊന്നും എടുക്കരുത്. കുടിക്ക്. ഇതേ കൊച്ചിനോടുക്ക്, എനിക്കല്ല അവന്. നിനക്ക് വേണ്ടടി ജ്യൂസ്? അവക്ക് നീ ജ്യൂസ് കൊടുക്കോ? കൊടുക്കണ്ടേ? കൊടുക്കണ്ട. അല്ലെങ്കിൽ അവക്ക് ആര് ജ്യൂസ് കൊടുക്കും? നമ്മൾ വേണം തന്നെ ഉണ്ടായി കുടിക്കട്ടെ. കുടിക്കട്ടെ. ചുമ്മാ വായി നോക്കി നിൽക്കുന്നത്. നിനക്ക് ഞാൻ തരത്തില്ല ജ്യൂസ്. എന്റെ പട്ടി തരും നമുക്ക് ജ്യൂസ്. നീ എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരും. ചേച്ചി ഞാൻ ഇവളുടെ അടുത്ത് ചെല്ലും ഇവിടെ ആടി തുപ്പാൻ. മതി ചിരിച്ചത്. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാ? ചേച്ചി എനിക്ക് രോമാഞ്ചം വരുന്നു. എന്തിന്? ചേച്ചി ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു? അതൊക്കെ ഉണ്ട്. നിന്നോടൊക്കെ പറയാൻ പറ്റുമോ? പഠിപ്പിച്ചതാ ചേച്ചി. അടിമയാവ്, ജ്യൂസും കൊണ്ടേ കൊടുക്കാം. ജ്യൂസ് മതി. കൊണ്ടോക്കോ, ഗ്ലാസ് കൊണ്ടോക്കോ. കൊണ്ടോക്കോ മതി. എനിക്കിതാ. അല്ലെങ്കിൽ അവിടെ വെച്ചേ, അവിടെ വെച്ചേ. എടാ എന്റെ ഈ കാലേ ഭയങ്കര വേദന, ഒന്ന് മസാജ് ചെയ്ത് തന്നെടാ. ചെയ്തു കൊടുക്കടാ, നാണം കെട്ടവൻ. നീ ആ പെണ്ണിനെ നോക്കണ്ടേ? നീ ഇരിക്കാ. ചേച്ചി ഞാനും ചേച്ചി പഠിപ്പിച്ചതാ ചേച്ചി, സ്വത്തല്ലേ. എന്താണ്ടിരുന്നോടെ. നല്ല ജിമിക്കി കമ്മല്, നല്ല സുന്ദരിയാണ് ചേച്ചി. പഠിപ്പിച്ചതാ ചേച്ചി. എടാ നിന്നോട് ഫാൻ ഞാൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടായില്ലടാ. ഫാന് വിട്, ഫാന് വിട്, ഫാന് വിട്. അതെ എനിക്ക് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തോണ്ടോ? തന്നെ എടുത്ത് ബിസ്ക്കറ്റ് ഭരിക്കുന്ന. പതുക്കെ തരുമ്പടാ, വേദന എടുക്കണ്. സോറി ചേച്ചി ഇതാണ്ടോ ചേട്ടൻ എന്നോട് പറഞ്ഞേ. എടാ എടാ എന്തുവാടാ ഇതൊക്കെ? നീ എന്ത് കാണാൻ വന്നതാ? പൂക്കൂടായിരുന്ന? ചേച്ചി പോണ്ട. അത് കഴിഞ്ഞ എന്തോരം പണിയുള്ളതാന്നറിയോ? തിരുമ്പ എന്ത് പണി? പറമ്പൊക്കെ വൃത്തിയാക്കാണ്ട്. അതിനെന്റെ അച്ഛൻ രാവിലെ പോയിക്കുന്നത്. അത് പറ്റൂല, നീ വൃത്തിയാക്കിയാ മതി. അല്ല ഈ ഫാൻ ചേച്ചിയല്ലേ പറഞ്ഞ മൊത്തം കൂടി ഞാൻ തുടക്കാം. ഫാൻ തുടക്കണം. ഞാൻ പോയി എല്ലാം എടുത്തിട്ട് വരാം കേട്ടാ. ജ്യൂസ് മതിയാ? ആ ജ്യൂസ് മതി, ജ്യൂസ് മതി. നിനക്ക് ജ്യൂസ് മതിയോ? ചേട്ടാ പൂ എടുക്കുമ്പോ എനിക്ക് ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് മോൻ തന്നെ എടുത്തോട്ടാ. ചേട്ടൻ പണിയെടുക്കാം, ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കാം കേട്ടാ. കുടിക്ക് ജ്യൂസ് കുടിക്ക്. ആ ചെറുക്കനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പണിയെടുപ്പിക്കുന്ന നാണം ഉണ്ടോ ചേച്ചിക്ക്? ഇല്ലടി, എനിക്ക് നാണോ ഇല്ല. നിനക്ക് എന്താണ്? ഇല്ല, നാണോ ഇല്ല. ഇതിലെ ജ്യൂസ് തരാത്തന്റെ ചോറിച്ചില്ലല്ലേ? അയ്യോ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ അറിഞ്ഞൂടല്ലോ. ഉണ്ടാക്കി കുടിക്ക്. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്, ഇത് കണ്ടുപിടിക്കണം. ഞാൻ അമ്മയോട് പറയും. നിനക്ക് ഇത്ര ഇങ്ങനെ ഉടുപ്പ് വേണ്ടേ? എന്താ വേണോ? വേണം, കുടിച്ചാ മതി. നീ കുടിക്കണം. അവിടെ നിക്കില്ല, ഇവിടെ നിക്കില്ല. ജ്യൂസും വേണം, എല്ലാം വേണം. ജ്യൂസും ബിസ്ക്കറ്റ് ഇതൊക്കെ വേണം. എന്തോന്നല്ലേ ഇത്? മനുഷ്യന്റെ ചെവി അടിച്ച് പൊട്ടിക്കൂല നീ. ചെവി മാത്രല്ല, എനിക്ക് വീട്ടിലെ എല്ലാ സാധനവും ഞാൻ അടിച്ചു പൊട്ടിക്കും. നിനക്ക് എന്തിന്റെ കുഴപ്പമാടി? മനുഷ്യൻ ഉറങ്ങി കിടക്കുമ്പോ ചെവി വന്ന് അടിക്കുക, എല്ലാം കൂടെ അടിച്ചു പൊട്ടിക്കുമെന്ന് പറയാ. എന്തിന്റെ കുഴപ്പമാണ് നിനക്ക്? ഞാൻ എന്ത് ചെയ്യട്ടാ? നിങ്ങൾ ചെയ്ത കാര്യമെല്ലാം പറയാൻ നിന്നെങ്കിൽ കഥ തീരത്തില്ല. ഇപ്പൊ കറിവെക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വാ. കറി വെക്കാനല്ലേ അതിനെ കുറച്ച് മീൻ മേടിച്ചോട്ട് തന്നത്? അത് ചീഞ്ഞ മീൻ, അതുകൊണ്ട് ഞാൻ കറി വെക്കുന്നില്ല. അത് ചീഞ്ഞ മീനൊന്നും അല്ല, നല്ല പച്ച മീനാ. നിങ്ങൾ ആ മരപ്പട്ടി മമ്മദിനോട് മേടിച്ച മീനല്ലേ? അത് ചീഞ്ഞത് തന്നെയാണ്. എന്നെ പറഞ്ഞോണ്ടിരിക്കാൻ കഴിയും നേരും. ഓ, അപ്പൊ അതാണ് നിന്റെ കുഴപ്പം, മരപ്പട്ടി മമ്മദ്. നാണമില്ലല്ലോ നിങ്ങൾക്ക് ഫോണെല്ലാം വിളിക്കുന്നത് ഒളിഞ്ഞൊക്കെ. ആണുങ്ങളൊന്നും അങ്ങനത്തെ പരിപാടി ചെയ്യാനേ പാടില്ല. അയ്യോടാ, ഒരാളെ കുറിച്ച് ഇല്ലവല്ലായ്മ മറ്റൊരാളെ ഫോൺ ചെയ്ത് പറയാം. അയാളുടെ ഭാര്യയോടുള്ള ദേഷ്യത്തിന് അയാളുടെ കച്ചവടം ഇല്ലാണ്ടാക്കാം. അതിനൊന്നും തെറ്റില്ല. ആ ഫോൺ സംഭാഷണം ഒന്ന് കേട്ടതാ കുഴപ്പമല്ലേടി? മനസ്സിലായടി? അതിന് ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കുന്നത് ഞാൻ ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു. അത് തന്നെ സിമ്പിള്. അയാളുടെ കച്ചവടം ഇല്ലാതാക്കുമ്പോ നിനക്ക് സമാധാനമാവുമല്ലോ. നല്ല പച്ച മീൻ മേടിച്ചോണ്ടുവന്നതാ, അത് കുഴപ്പമായി. എന്നിട്ട് അത് ഫോൺ ചെയ്ത് ലോകം മുഴുവൻ അറിയിക്കുക. എന്തോന്ന് മര്യാദയാടി ഇത്? നിങ്ങൾക്ക് കറി വെക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ടിരാൻ പറ്റുമോ?
ഇന്നത്തേക്ക് കറി വെക്കാനുള്ളതൊക്കെ മേടിച്ച് കഴിഞ്ഞു, ഇനി പറ്റുകയില്ല. അപ്പൊ ഞാൻ എന്ത് കഴിക്കും ചോറിന്? ഇനി അമ്മ വെച്ച മീൻകറി ഉണ്ട്, അത് കൂട്ടി അങ്ങോട്ട് കഴിക്കേ. അത് ഞാൻ കഴിക്കത്തേ ഇല്ല. ഇല്ലെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഉപ്പിരിപ്പില്ലേ അടുക്കളയിൽ, ആ ഉപ്പെടുത്ത് ഒരു പാത്രത്തിൽ എടുത്തിട്ട് കലക്കിയിട്ട് ആ വെള്ളം ചോറിലോട്ട് തളിച്ചിട്ട് അത് കൂട്ടി അങ്ങോട്ട് കഴിക്കും. ഞാൻ കഴിക്കാം. പക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ കഴിക്കണം. ഞാൻ എന്തിനാ കഴിക്കുന്നത്? ഞാൻ നിങ്ങളെ ഭാര്യയല്ലേ? ആ അപ്പം ഭാര്യ അങ്ങനെ കഴിക്കുമ്പോൾ ഭർത്താവും അങ്ങനെ കഴിക്കണ്ടേ? ഭാര്യയുടെ ഈ പൊട്ടത്തരത്തിനൊന്നും കൂട്ട് കഴിക്കാൻ ഭർത്താവിനെ കിട്ടത്തില്ല. ഞാൻ മാനവമര്യാദയ്ക്ക് ജീവിക്കുന്ന ആളാ. എനിക്ക് എന്റെ സൗകര്യത്തിനനുസരിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ആരോടെങ്കിലും ഒക്കെ ഉള്ള വാശി തീർക്കാനായിട്ട് അടുക്കള വന്ന ഒരു കോമാളിത്തരം കാണിച്ചിട്ട് ആ കറി കൂട്ടിയിട്ട് നിങ്ങൾ ചോറ് കഴിച്ച തന്നെ ഇന്ന് എന്നാല് എനിക്കൊന്ന് കാണണം. എടി മണ്ടൂസേ, ഇന്നത്തെ മീൻകറി വെച്ചിരിക്കുന്ന അമ്മയാ. അമ്മയുടെ കൈപ്പുണ്യം നിനക്കറിയാമല്ലോ. അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. ഈ വാശിയെ കളഞ്ഞിട്ട് വേണമെങ്കിൽ ആ കറിയും കൂട്ടി ഊണ് കഴിക്കും. ഇനി അടുത്തെങ്ങും അമ്മ കറി ഉണ്ടാക്കത്തില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്ക് നീ. ഞാൻ കഴിക്കത്തില്ല. എനിക്ക് ഒറ്റൊരു വാക്കേ ഉള്ളൂ. ഞാൻ നേരെ അങ്ങനെ വാക്കൊന്നും മാറ്റൂല നിങ്ങളെ പോലെ. അതൊക്കെ അവനവന്റെ ഇഷ്ടം, സ്വാതന്ത്ര്യം, ചോയ്സ്. എന്തായാലും ഞാനും എൻ്റെ മക്കളും എൻ്റെ അമ്മ വയ്ക്കുന്ന മീൻകറി കൂട്ടി തന്നെ കഴിക്കും. അപ്പൊ ഈ മറ്റേ മീൻ കഷ്ണത്തിന്റെ മുമ്പിൽ പൂച്ച വന്നിട്ട് വെള്ളം ഇറക്കി നിൽക്കുകയല്ലേ, അതുപോലെ വന്ന് നിൽക്കല്ലേ, തരികയല്ല. എല്ലും കഷ്ണം മുള്ളും കഷ്ണം പോലും തരികയല്ല. നിങ്ങളെ അമ്മ മാത്രമാണല്ലോ നല്ല ടേസ്റ്റുള്ള കറി വെക്കുന്നത്. ഞാനും നല്ല ടേസ്റ്റ് തന്നെ കറി വെക്കും. നീ വെക്കുന്ന കറിയുടെ ടേസ്റ്റ് കാരണം നീ പോലും കഴിക്കാറില്ലല്ലോ. നീ ആ ടേസ്റ്റിനെ കുറിച്ച് കൂടുതൽ നാളെ ആരാ കറി വെക്കണ്ടേ? ആദ്യം നേരം ഒരു കൂട്ടാൻ വെക്കാൻ പഠിക്കുക. വല്ലപ്പോഴും മനുഷ്യൻ കറി എന്നൊരു സാധനം തിരിച്ചറിയുന്നത് അമ്മ വെക്കുന്നതുകൊണ്ടാ. നിന്റെ കറിയുടെ ഗുണം നിനക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നത് ഇങ്ങനെ സത്യം പറ, സത്യം പറ, നീ എന്തിനാ ചേച്ചിയുടെ അടിമയായിട്ടിരിക്കുന്നേ? ഞാൻ ആരുടെയും അടിമയും കുടിമയൊന്നും അല്ല. എന്ത് കഷ്ടാ പുള്ളി. പിന്നെ നീ അടിമയല്ലെങ്കിൽ പിന്നെ ചേച്ചി പറയണൊക്കെ എന്തിനാ കേൾക്കണേ? ചേച്ചി എന്റെ ചേച്ചിയാണ്, അപ്പൊ ഞാൻ അനുസരിക്കുന്ന അത്രേ ഉള്ളൂ. എല്ലാം നല്ല വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് അമ്മ പറയണത് നീ അനുസരിക്കാറില്ലല്ലോ അങ്ങനെ. അത് പിന്നെ ചേച്ചിയുടെ ഭാഗത്ത് ന്യായം തോന്നി, അപ്പൊ ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറയണ അനുസരിക്കാറില്ലല്ലോ. നീ ഏതാടാ? നീ എന്നെ കല്ലേടാ? ഞാൻ പിന്നെ നീ പറഞ്ഞ് കേൾക്കണം. ചേട്ടൻ വാക്ക് കേട്ടാ എന്റെ ചുമ്മാ ഇവനെ വിളിച്ചോണ്ട് നീ പോക്കെ. ചുമ്മാ സോറി തരുന്നോണ്ട് പോണ. എടാ സത്യം പറ. പറ പറ പറ. പറ പറ. നിങ്ങളുടെ ഇതിനി പോയി ആരുടെ കൊട്ടി ഒഴിക്കാനും നിൽക്കരുത്. എനിക്ക് ചെയ്ത പോലെ ഇടുന്ന കേസാണ്. ചത്താലും പറയൂല. എനിക്ക് ഇവനെ വിശ്വാസമില്ല കേട്ടോ. ഇവൻ മാറിക്കഴിഞ്ഞാൽ ഞാൻ പറയാം. കട്ടക്ക് നിൽക്കും. ഞാൻ പറയത്തൊന്നുമില്ല, നീ പറ. അവരോടും പറയില്ല പുണ്ണി. അത് ഇൻസ്റ്റാഗ്രാമില് ചേച്ചിക്ക് ഏതോ ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു എന്ന്. ഞാൻ എന്തോ മെസ്സേജ് അയച്ചു തന്നാൽ ഏതാണ്ടൊക്കെ പറഞ്ഞ്. അപ്പൊ അത് പറഞ്ഞാണ് എന്നെ ഈ പേടിപ്പിക്കുന്നത്. പോയി അമ്മയെ കാണിക്കും, അച്ഛനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അതാ ഒരു ടെൻഷൻ. ഏത് പെണ്ണ്? ഗേൾഫ്രണ്ട് ഒന്നും അല്ല. അത് ഏത് പെണ്ണാന്ന് എനിക്ക് അറിയാൻ വയ്യ. അതാണ് അതിനെക്കാട്ടിലും വലിയ കുഴപ്പം. അല്ലെ എനിക്ക് പോയി സംസാരിക്കായിരുന്നല്ലോ. അപ്പൊ ആരാ എന്നാന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് ആരും മെസ്സേജ് അയച്ചാൽ അതും എനിക്ക് ഓർമ്മ കിട്ടുന്നു. നിനക്ക് കുറെ ലിസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ. എടി ഇപ്പൊ ഞാൻ പെട്ടുപോയില്ല. ഞാനിപ്പിനി എന്തോ ചെയ്യാനാ? ചേച്ചി പറയുന്ന കേട്ട് നടക്കാതെ. അമ്മ അറിഞ്ഞാൽ നാണക്കേടാ ചുമ്മാ. എടാ, ഞങ്ങള് കണ്ടുപിടിച്ചു കഴിഞ്ഞാ നീ അടുപ്പപ്പടി നിർത്തുവോ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഉറപ്പല്ലേ? ആ ഉറപ്പാ. ആ പെണ്ണിനെ കിട്ടിയാൽ മതി. പിന്നെ ഞാൻ സെറ്റ് ആയിക്കോളാം നാക്കില്. എന്നാ അപ്പുണ്ണി കണ്ടുപിടിക്കും. ഞാനോ? ഇവനാ? എങ്ങനെ കണ്ടുപിടിക്കാൻ? എടാ, ചേച്ചി ഇപ്പൊ അവിടെ റൂമില് ഫോൺ നോക്കി ഇരിക്കുക. നീ നൈസായിട്ട് ചെന്ന് ഫോണിന്റെ ലോക്ക് മാറാണ്ട് അങ്ങനെ എടുത്തോണ്ട് വരണം. മനസ്സിലായ? കൊളവാക്കരുത്. ഇവനെ ഒന്നും പറഞ്ഞ് വിടല്ലേടി. ചുമ്മാ ഇനി ഉള്ളതും കൂടെ എനിക്കിട്ട് ഉള്ള ആളുടെ കിട്ടും കൃഷ്ണ. ചുമ്മാ വേറെ പണിയൊന്നുമില്ല. നീ പോകൂലേ? ഞാൻ പോവും. പോയിട്ടുവാ, ഇപ്പൊ തന്നെ പോയിട്ടുവാ. ഇനി ആ ചേച്ചീനെ കൂടെ ഒന്നും തേക്കല്ലേ. ബാക്കി ഇല്ല. എന്തൊക്കെയാ പറയണ്? ഇത് കുളമായ കഴിഞ്ഞ ഉത്തരവാദി നീ ആട്ടാ. നീ മിണ്ടരുത്. എന്തോന്ന്? ഓരോ പണി ഒപ്പിച്ചോണ്ട് വന്നേക്കുന്നു. നാട്ടിലുള്ള പെമ്പിള്ളേരെ മൊത്തം ചീത്തയാക്കാൻ നിൽക്കുക. ചേച്ചിക്ക് എന്ത് സുഖാണല്ലേ. കണ്ണു വെക്കലടാ പുണ്ണി. പിന്നെ കണ്ണു വെക്കാതെ സഞ്ജയ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പം ജ്യൂസും കിട്ടും. എടാ, നിന്നെ പോലല്ലടാ അവൻ. അവൻ എന്നോട് ഭയങ്കര സ്നേഹാണ്. അതുകൊണ്ടാ. സ്നേഹം കൊണ്ടല്ല,
ചേട്ടന് എന്തോ ഉടായ്പ് ചേച്ചി പൊക്കി. അതല്ല കാര്യം. ഒരു ഡൈപ്പില്ല. ചേച്ചി എന്നോട് കള്ളം പറയല്ലേ. ഇത്തിരി പോന്ന പൈൻ്റെ അടുത്ത് കള്ളം പറയാൻ നാണല്ലേ? എടാ സത്യം പറയടാ, നിന്നെ കൃഷ്ണ പറഞ്ഞു വിട്ടതല്ലേ? കൃഷ്ണയോ? ആരാ കൃഷ്ണ? എനിക്കറിയില്ലേ. എന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ പോണില്ല കേട്ടാ. അല്ല ചേച്ചി, എന്തോ ഞാൻ സത്യം പറഞ്ഞ അത് ചോദിക്കാനല്ലേ വന്നേ. ചേച്ചിന്റെ ഒരു ഇൻഫർമേഷനും എനിക്ക് വേണ്ട. ഫോൺ താടാ. എടാ ഞാൻ പാസ്വേഡ് മാറ്റിട്ട് തരാം. വേണ്ട പാസ്വേഡ് മാറ്റണ്ട. പാസ്വേഡ് മാറ്റണ്ട. അപ്പൊ നീ ഫോൺ താഴെ താടാ. ആ